ഇന്ന് SSLC പരീക്ഷ കഴിഞ്ഞതിൻ്റെ വലിയ ആഹ്ലാദത്തിലും സന്തോഷത്തിലാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ അവസാന ദിവസമാണ്, ഇന്ന് സ്കൂളടയ്ക്കാണ് അവസാന ദിവസമായതിൻ്റെ ഒരു ആഹ്ലാദത്തിലൊക്കെയാണ്. ഇത് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ചെറിയ ചായയൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ സന്തോഷം ആഘോഷിക്കുന്നതായിരുന്നു. വലിയ രീതിയിലൊക്കെ ആഘോഷമൊക്കെ ഉണ്ടായി? ചെറിയ രീതിയിലേ ഉണ്ടായുള്ളൂ, പ്രോട്ടോകോൾ ഉണ്ടായിരുന്നത് കാരണം ചെറിയ രീതിയിൽ ആഘോഷിച്ചു. എങ്ങനെ പരീക്ഷ എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നു. എളുപ്പമായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു. ബയോളജി അല്ലേ? ബയോളജി എളുപ്പമുണ്ടായിരുന്നു. എളുപ്പമുണ്ടായിരുന്നു. ഈ പരീക്ഷ കഴിയുന്നല്ലേ, സ്കൂൾ അടയ്ക്കുന്നു, പരീക്ഷ കഴിയുന്നു, അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും സങ്കടമൊക്കെ ഇല്ലേ? നല്ല വിഷമമാണ്. പക്ഷേ ഇനി കാണുമല്ലോ, കാണും എന്ന് പ്രതീക്ഷയുണ്ട്. എങ്ങും പോകാൻ വീണ്ടും ആ കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ട് അങ്ങനെ നിൽക്കും എന്നുള്ളൊരു ഇത്. അപ്പോൾ ഈ ഇന്നിപ്പോൾ മൊത്തത്തിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു സർക്കുലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കൂടിച്ചേരലുകളോ അല്ലെങ്കിൽ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന്. അത് ഈ മറ്റ് കണ്ണൂരിലൊക്കെ ഉണ്ടായ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ നിങ്ങൾ അതിന് അങ്ങനെ സർക്കുലർ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നിയോ? നിയന്ത്രണം കുറച്ച് കൂടിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ദിവസം ഭയങ്കര വിഷമമായിരുന്നു. സർക്കുലർ ഇറങ്ങിയപ്പോൾ ഗ്രൂപ്പിലൊക്കെ ഈ മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, അവസാന ദിവസം ഒരുമിച്ച് കൂടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്ലാനും ചെയ്തിരുന്നു, പുറത്ത് പോകണം, കൂടണം എന്നൊക്കെ, ലാസ്റ്റ് ദിവസം ആയത് കാരണം. പക്ഷെ അത് പറ്റില്ല എന്ന് ഭയങ്കര വിഷമമായിരുന്നു. ബട്ട് നമ്മൾ ആഘോഷിച്ചു ചെറുതായിട്ടെങ്കിലും. നിങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത്? ഞങ്ങൾ ഡ്രസ്സിലൊക്കെ ഞങ്ങളുടെ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനും സൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫൊക്കെ കൊടുത്ത്. എന്താ ഇതിലൊക്കെ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലോ, എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നത്? ഇതൊക്കെ ഇന്നത്തെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണോ? അതെ, എൻ്റെ കുറച്ച് ഇരട്ട പേരുകളും പിന്നെ മിസ് യു അല്ല അവരുടെ സ്നേഹം ഇതിലൂടെ അങ്ങ് പ്രകടിപ്പിച്ചതാണ്. എല്ലാവരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. എല്ലാവരും പിന്നെ ലാസ്റ്റ് ഡേ അല്ലേ, പിന്നെ സ്നേഹം ഇങ്ങനെയൊക്കെ അല്ലേ കാണിക്കാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും ഇതായിരുന്നു അവസാനം നിങ്ങളുടെ ആഘോഷം അല്ലേ? ഇങ്ങനെ ഒതുക്കേണ്ടി വന്നു അല്ലേ ആഘോഷം? ഇങ്ങനെ ഒതുക്കിയൊരു വിഷമമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ആവുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അടിച്ചു പൊളിക്കാന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. എങ്ങനെ അടിച്ചു പൊളിക്കാനായിരുന്നു? പുറത്തൊക്കെ പോയി കറങ്ങാനായിരുന്നോ പരിപാടി? ആണ്, പുറത്തൊക്കെ കറങ്ങാൻ പോകണം. അതിൻ്റെ കുറച്ചുകൂടെ നന്നായിട്ട് എല്ലാവരും കൂടെ ചേർന്നൊന്ന് ആഘോഷിക്കണമെന്നുണ്ടായിരുന്നു. അത് നടക്കാത്തതിൻ്റെ ഒരു സങ്കടം ഉണ്ട്. ഇപ്പോൾ 10ാം ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ 9ാം ക്ലാസ്സൊക്കെ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ പുറത്തൊക്കെ പോയി കറങ്ങി ആഘോഷിക്കുകയുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ +2 അല്ലെങ്കിൽ +1 കഴിയുമ്പോൾ പോകാനുള്ള പരിപാടി ഇനി അങ്ങനെ ആയിരിക്കും അല്ലേ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയെങ്കിലും പറ്റട്ടെന്ന് വിചാരിക്കുന്നു. ഈ സ്കൂളിൽ തന്നെ വരാനായിരുന്നോ അടുത്ത് +1? അതെ, ഈ സ്കൂളിൽ വരണം തന്നെ. എന്താ പെട്ടെന്ന് ഈ സ്കൂളിൽ അത്രയേറെ? 1ാം ക്ലാസ് മുതൽ ഇവിടെയാണോ? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചത് ഈ സ്കൂളിൽ തന്നെ. അപ്പോൾ നിങ്ങൾ അത്ര തിക് ഫ്രണ്ട്സ് ആണോ? അതെ, ഫ്രണ്ട്സ്. എന്താ പറയാനുള്ളത്? വളരെയധികം വിഷമമുണ്ട്, പക്ഷേ അതിലുപരി സന്തോഷമുണ്ട്. എല്ലാവരും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല മാർക്കുള്ള പ്ലസ് കിട്ടണമെന്ന് എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും ഏതൊക്കെ വിഷയങ്ങൾ എടുക്കാനാണ് താല്പര്യം? ബയോസയൻസ്. കൊമേഴ്സ്. താല്പര്യം അല്ലേ? എനിക്ക് കൊമേഴ്സിലാണ് താല്പര്യം, സയൻസ് താല്പര്യമില്ല. സയൻസ് വലിയ താല്പര്യമില്ല. എൻട്രൻസ് ഓറിയന്റഡ് ഒക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആരാ? അതിനോടൊന്നും താല്പര്യമില്ല, അത്രയും അതിനുള്ള തലയൊന്നും എനിക്കില്ലെന്ന് തോന്നുന്നു. സയൻസ് വിദ്യാർത്ഥികളാണ്, സയൻസാണ് താല്പര്യം. പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ എൻട്രൻസ് ഓറിയന്റഡ് ആയി പഠിക്കണമെന്നൊന്നും ആഗ്രഹമില്ല അല്ലേ? അത്രയൊന്നുമില്ല. നീറ്റ് എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. +2 സയൻസ് എടുത്ത് പഠിച്ചിട്ട് നീറ്റ് എഴുതി പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വെക്കേഷൻ ആയി കഴിഞ്ഞു, വലിയ നിയന്ത്രണമൊക്കെ പോലീസൊക്കെ സ്കൂളിൻ്റെ പരിസരത്ത് പോലീസൊക്കെ കറങ്ങി നടക്കുന്നുണ്ടോ? പോലീസുണ്ട്. എല്ലാ ദിവസവും സാധാരണ ഉള്ളതാണോ? ഇന്നത്തെ ഒരു ദിവസമായിട്ട് പ്രത്യേക നിരീക്ഷണം? ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഇങ്ങനെ കുറേ പോലീസുകാർ വന്ന് നിൽക്കുന്നതാണ്. ഇല്ലെങ്കിൽ അങ്ങനെ രാവിലത്തെ ആ ഒരു ക്രോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹെൽപ്പിങ്ങിന് മാത്രം വന്ന് നിൽക്കും, അത് കഴിയുമ്പോൾ പോകും. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് വന്ന് നിൽക്കുന്നു കുറേ പേര്. ബാഗിൽ പരിശോധനയൊക്കെ നടന്നോ? ബാഗിലൊക്കെ പരിശോധന ടീച്ചേഴ്സ് പരിശോധിക്കുക? ഇന്ന് പരിശോധന ഒന്നുമില്ല. നിങ്ങൾ നല്ല വിശ്വാസമല്ലേ, നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ട് ടീച്ചേഴ്സിന് നിങ്ങളെ കുട്ടികളായിരുന്നു. അങ്ങനെ ആ രീതിയിൽ ബാഗിൽ പരിശോധന അത്രയേറെ പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? ഇല്ല, നമ്മൾ നല്ല കുട്ടികളാണ്. എന്തായാലും പിന്നെ ഇനിയിപ്പോൾ വെക്കേഷനാണ്, ദീർഘമായ വേനലവധിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഗെറ്റ് ടുഗദർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഞങ്ങൾ അങ്ങനെയെങ്കിലും നമ്മളെ കോണ്ടാക്ട് അങ്ങനെയെങ്കിലും എല്ലാവരുടെ വീടുകളിൽ പോയി ഒരു ഗെറ്റ് ടുഗദർ ആവണം. അങ്ങനെ ഈ വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ അങ്ങനെ തീർക്കാം എന്നല്ലേ?